ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് വയറ് കുറയ്ക്കാനും ഫാറ്റ് ബേണിങ്ങിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. വളരെയധികം ഫൈബർ റിച്ച് ആയിട്ടുള്ളതും പ്രോബയോട്ടിക് അടങ്ങിയിട്ടുള്ളതുമായ ഗട്ട് ഹെൽത്തിന് വളരെ സഹായിക്കുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. ഒരു കടായി അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3/4 കപ്പ് റോൾഡ് ഓട്സ് ചേർത്ത് കൊടുക്കാം. റോൾഡ് ഓട്സ് ആണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അതേസമയം ഇൻസ്റ്റൻറ്റ് ഓട്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. റോൾഡ് ഓട്സ് ഇൻസ്റ്റൻറ്റ് ഓട്സിനേക്കാൾ കുറച്ചും കൂടി ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ്. കൂടാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒന്നുകൂടിയാണിത്. ഇത് നമ്മളെ ഹാർട്ട് ഹെൽത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതും രക്തത്തിലെ ഷുഗർ കൺട്രോൾ ചെയ്യാനും സഹായിക്കും. തൈരും ഓട്സും ശരിയായ രീതിയിൽ കഴിക്കുമ്പോൾ ശരീരഭാരം വേഗത്തിൽ കുറയാനും കൂടാതെ വയറിലെ ഫാറ്റ് കുറയ്ക്കാനും ഇത് സഹായിക്കും. ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇതായിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തണിയാൻ വെക്കാം. ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് നല്ലപോലെ നമുക്ക് കട്ടകളില്ലാണ്ട് ഉടച്ചെടുക്കണം. ആദ്യം കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ മാത്രം പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. സ്പൂൺ വെച്ച് ഉടച്ചെടുത്താൽ മതി. അത്യാവശ്യം ലൂസായിട്ട് തന്നെ വേണം അടിച്ചെടുക്കാൻ. ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ആക്കിയെടുത്താൽ മതിയാവും. ഇനി ചൂടാക്കി വെച്ച ഓട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനത് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തൈര് ഓട്സും നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പുളി കൂടി പോയാൽ ചിലപ്പം നമുക്ക് കഴിക്കാൻ പറ്റില്ല. ആ ഒരു പുളിപ്പിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നേ നിൽക്കുന്നത്. ഇത് രാവിലെയോ രാത്രിയോ അരി ഭക്ഷണത്തിനോ ചോറിന് പകരമോ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനി ഇതൊരു 5 മിനിറ്റ് മാറ്റി വെക്കാം. നല്ലപോലെ പിടിച്ചു വരണം. ഇത് കണ്ടോ, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ആവുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി കഴിക്കാൻ എളുപ്പവും ടേസ്റ്റും ഉണ്ടാവുക. ഇത് ഇങ്ങനെ തന്നെ കഴിച്ചാലും നല്ല ഹെൽത്തിയാണ്. കുറച്ച് തേൻ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയാവും. ഇനി ഇതിലേക്ക് ചെറുതായി മുറിച്ച് വെച്ച ക്യാരറ്റും കുറച്ച് കുക്കുംബറും ചേർത്ത് കൊടുക്കാം. എല്ലാം വളരെ കുറച്ച് അളവിൽ മാത്രം ചേർത്താൽ മതി. ഒരു പകുതി പച്ചമുളക് ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് ഒരു നിർബന്ധവുമില്ല, വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. കഷ്ണങ്ങളാക്കി അരിഞ്ഞ ആപ്പിൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പോമഗ്രനേറ്റ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അയമോദകം അഥവാ അജ്വൈൻ കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് തേൻ ഒഴിച്ചു കൊടുത്താലും മതിയാവും. പഞ്ചസാര തീരെ ഉപയോഗിക്കാൻ പാടില്ല. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഏതും ചേർക്കാൻ പറ്റും. പക്ഷെ കുക്കുംബർ നിങ്ങൾ മാക്സിമം ഒഴിവാക്കാതെ ഈ ഫുഡിൻ്റെ കൂടിയും മറ്റുള്ള ഫുഡ്സിൻ്റെ കൂടിയും ഉപയോഗിക്കാൻ ശ്രമിക്കണം. കാരണം അത് നമ്മളെ ശരീരത്തിനെ നല്ല പോലെ ഹൈഡ്രേറ്റ് ആക്കി വയ്ക്കാൻ സഹായിക്കും. ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ കടായി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് താല്പര്യമില്ലാത്തവർക്ക് ഒലിവ് ഓയിലും ഉപയോഗിക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ സാധാരണ കറിക്കൊക്കെ വറുത്തിടുന്നില്ലേ, അതുപോലെ തന്നെ ചെയ്താൽ മതി. എല്ലാം ഒന്ന് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ലഞ്ചായിട്ടോ നിങ്ങൾക്ക് ഓഫീസിലോ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലോ കൊടുത്തയക്കാൻ പറ്റും. ഇത് കഴിക്കുമ്പോൾ ഒരു തൈര് സാധം കഴിക്കുന്ന പോലെ തന്നെ ഉണ്ടാകും. എന്നാലും ചോറിനേക്കാൾ എത്രയോ അധികം ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ളതും ഫൈബർ റിച്ച് ആയിട്ടുള്ളതും പ്രോബയോട്ടിക് അടങ്ങിയിട്ടുള്ളതുമായ ഒരു സൂപ്പർ ഫുഡാണിത്.
ഇന്ന് തന്നെ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വരെ ഇത് കഴിക്കാൻ പറ്റും. നിങ്ങളുടെ വയറും മനസ്സും നിറയും തീർച്ചയായിട്ടും. ഈ ഒരൊറ്റ റെസിപ്പി മാത്രം മതി നിങ്ങളുടെ വയറ് നിറയാനും കൂടാതെ വെയിറ്റ് ലോസിന് സഹായിക്കാനും. ഗട്ട് ഹെൽത്ത് നല്ലപോലെ മെച്ചപ്പെടാനും ഈ ഒരു റെസിപ്പി നന്നായി സഹായിക്കും. ഇതുപോലുള്ള ഈസി വെയിറ്റ് ലോസ് റെസിപ്പിക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു സോ മച്ച്.